ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്നത്തെ ടോപ്പിക്ക് നടി അനുശ്രീയാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ നിങ്ങളൊരു വിഷ്വൽ കാണിച്ചു തരാം. ഇപ്പോൾ ഓൾറെഡി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ആ വിഷ്വൽ. എന്നാലും ഞാനിന്ന് അതൊന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഒരിക്കൽ കൂടി നമ്മുടെ മുന്നിൽ നമ്മുടെ നോസിലേക്ക് പോകുന്ന മുംബൈ സന്തോഷ് സാർ ഇപ്പോഴെങ്കിലും ഞങ്ങളോട് സംസാരിക്കണം. ഹലോ, നമസ്കാരം. പ്രത്യേകിച്ച് എന്നെപ്പറ്റി ആലപ്പുഴക്കാർക്ക് പറയേണ്ട യാതൊരു ആവശ്യം. ജനക്കൂട്ടവും ഈ ഇവന്റും ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി സമർപ്പിക്കുന്നു. കണ്ടില്ലേ, ഇത് ആലപ്പുഴ SM സിൽക്സിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് ഒരു ലക്കി ഡ്രോ സംഘടിപ്പിക്കുകയുണ്ടായി. ആ ലക്കി ഡ്രോയുടെ ഇടയിൽ ഒരു പ്രായം ചെന്ന ഒരു വ്യക്തിക്ക് തനിക്കാണ് സമ്മാനം കിട്ടിയത് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വേദിയിലേക്ക് ആ സമ്മാനത്തുക 10,000 രൂപ വാങ്ങുവാണ്ട് കയറി വന്നു. അപ്പോൾ അവതാരിക, നമ്മുടെ ഒരു അവതാരിക ഇപ്പോൾ എയറിലാണ്, പക്ഷേ അത് കണക്കല്ലായിരുന്നു. അല്ലെങ്കിൽ ആ പരിപാടിയുടെ ആങ്കറായിട്ടുള്ള യുവതി ആ പ്രായം ചെന്ന ആളെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അച്ഛനല്ല സമ്മാനം ലഭിച്ചത്, അച്ഛൻ കേട്ടതിൻ്റെ പ്രശ്നമാണ്, തെറ്റിദ്ധരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിനെ അപമാനിക്കാത്ത തരത്തിൽ തന്നെ പറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അദ്ദേഹം ഒരു വിഷമത്തോടെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടപ്പോൾ നടി അനുശ്രീ പെട്ടെന്ന് സങ്കടപ്പെട്ട് കരയുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു സാധാരണ നാട്ടിൻപുറത്ത് നിന്ന് വന്ന ഒരു പെൺകുട്ടിയാണ് നടി അനുശ്രീ. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ മിന്നിമായുന്ന സങ്കടങ്ങൾ എല്ലാം കണ്ടു തിരിച്ചറിയാനുള്ള കഴിവ് അവർക്ക് ഇന്നും ഉണ്ട്. അത് അവരെത്ര വലിയ താരമായാലും അവർക്ക് അത് കൈമോശം വന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു ഇൻസിഡൻ്റാണിത്. അതിനുശേഷം മറ്റൊരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഞാൻ കൊടുത്തിട്ടില്ല. അല്ല, അത് ഞാൻ അത് ഞാൻ കൊടുത്തു. അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നേക്കാം. ഓക്കെ. ഞാൻ വരുമ്പോ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഫീലിങ്സ് ഒരുപോലെയാണ്. വിജയേട്ടനൊക്കെ അത് ഉള്ളതുകൊണ്ട് തൊട്ടാകുന്നതാണ്. മനസ്സിയുടെ കയ്യിലുള്ള ഒരു ചെറിയ സമ്മാനം ചേട്ടൻ നൽകാണ്. ഇതൊരു ഓണം. അനുശ്രീ വേദിയിൽ വെച്ച് പൊട്ടിക്കരയുന്നത് കണ്ട ആലപ്പുഴ SM സിൽക്സിൻ്റെ ഓണർ അദ്ദേഹം പ്രായം ചെന്ന വ്യക്തിയെ തൻ്റെ ഷോറൂമിനുള്ളിലേക്ക് ക്ഷണിക്കുകയും അവിടെ വെച്ച് ഈ 10,000 രൂപ അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു. അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ച ആ 10,000 രൂപ അദ്ദേഹത്തിന് ക്യാഷ് പ്രൈസായിട്ട് തന്നെ നൽകുകയും ചെയ്തു. എങ്കിലും അനുശ്രീക്ക് തൻ്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ ആയതിനെ തുടർന്ന് അദ്ദേഹത്തിന് പണം നൽകുവാണ്ട് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കുന്നതിനിടയിൽ SM സിൽക്സിൻ്റെ ഓണർ അദ്ദേഹം പറഞ്ഞു, വേണമെങ്കിൽ ഞാൻ കൂടുതൽ പണം ഇനി അദ്ദേഹത്തിന് നൽകാമെന്ന് പറഞ്ഞപ്പോൾ അനുശ്രീ അതിന് നൽകിയ ഉത്തരം ഇതാണ്: എനിക്ക് ഈ പണം കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പണം കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എമൗണ്ട് അദ്ദേഹത്തിന് കൈമാറുകയുണ്ടായി. എന്തായാലും അനുശ്രീ ഒരു മാതൃകയാണ്. അതായത് സിനിമയിൽ എത്തുന്നതിന് മുൻപ് അവരെങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ഇന്നും ആ നന്മ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നടി അനുശ്രീ. നമുക്കറിയാം, പലരും വന്ന വഴി മറന്നുകൊണ്ട് പലതരത്തിലുള്ള കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്ന കാലമാണിത്. നമ്മുടെ താരങ്ങളിൽ പലരും അങ്ങനെയുള്ളവർക്കിടയിൽ വ്യത്യസ്തയായിക്കൊണ്ട് അല്ലെങ്കിൽ മനുഷ്യത്വം എന്താണെന്ന് ജനങ്ങളെ തിരിച്ചറിയിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചൊരു നടി എന്ന രീതിയിൽ അവർ അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അനുശ്രീക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഇനിയും നല്ല നല്ല സിനിമകളും അതേ കണക്ക് ഉദ്ഘാടനങ്ങളും നിങ്ങളെ തേടിയെത്തട്ടെ. അത് കാരണം നിങ്ങൾ ഇന്നും സ്റ്റാർഡത്തിൽ കഴിയുമ്പോഴും തൻ്റെ നാട്ടിലുള്ള ഉത്സവങ്ങളിലും മറ്റും സാധാരണക്കാരായ ആളുകൾക്കൊപ്പം ഒരു തനി നാട്ടിൻപുറത്തുകാരിയായി സിനിമാ നടി എന്ന മേലങ്കി അണിയാതെ അവർക്കൊപ്പം ആ പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്ന ചിത്രങ്ങളും പറ്റി ഞാൻ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ പ്രവൃത്തിയെ അഭിനന്ദിക്കണമെന്ന് കരുതിക്കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്.